സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയും മോൻസ് ജോസഫും തമ്മിൽ നിയമസഭയിൽ തർക്കം. മോൻസ് ജോസഫിന് മാത്രമല്ല തനിക്കും തിരുമേനിമാരുമായി നല്ല ബന്ധമുണ്ടെന്ന് ശിവൻകുട്ടി പറഞ്ഞതാണ് തർക്കത്തിനിടയാക്കിയത്. തങ്ങൾക്കും മറുപടി പറയാൻ നന്നായി അറിയാമെന്ന് മോൻസ് പറഞ്ഞതോടെ സ്പീക്കർ ഇടപെടുകയായിരുന്നു. ഞങ്ങൾക്ക് ഇവരുമായിട്ടൊക്കെ നല്ല അടുപ്പത്തിലാണ്. അത് മോൻസ് ജോസഫിന് മാത്രമല്ല ഈ തിരുമേനിമാരുമായിട്ട് അടുപ്പമുള്ളത്. സാർ, ഞാനുമായിട്ട് തിരുമേനിമാരുമായിട്ട് നല്ല ബന്ധത്തിലാണ് സാർ. ഇനി ഏതെങ്കിലും പ്രസ്താവന പത്രക്കാർ വളച്ചൊടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരുമേനിമാരുമായിട്ട് സംസാരിച്ചത് അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ് സാർ. പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസ മന്ത്രിയെ സുപ്രീം കോടതിയുടെ വിധി മാറ്റി ഇത് ആരോപണ പ്രത്യാരോപണത്തിന് സ്ഥലമല്ല. ഇത് നിങ്ങളെപ്പോലെ മുതിർന്ന ആളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തയാണിത്. RB സനൂപ് വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന്. സനൂപ്, എന്താണ് സംഭവിച്ചത്? നിഷാദ്, എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് നിയമന അംഗീകാരം വൈകുന്നതുമായി ബന്ധപ്പെട്ട ശ്രദ്ധ ക്ഷണിക്കലാണ് മോൻസ് ജോസഫ് MLA ഉന്നയിച്ചത്. അതിലാണ് നിയമസഭയിൽ മന്ത്രി വി ശിവൻകുട്ടിയും മോൻസ് ജോസഫും തമ്മിലൊരു തർക്കം ഉണ്ടായത്. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ഈ NSS ഒരു അനുകൂല വിധി നേടി വന്നിരുന്നു. പക്ഷെ അത് മറ്റ് സ്കൂളുകൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് മോൻസ് ജോസഫിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതിലാണ് ആദ്യം ശിവൻകുട്ടി ഒരു മറുപടി നൽകിയത്. ക്രിസ്ത്യാനികൾക്ക് ശിവൻകുട്ടിയുമായി നല്ല ബന്ധം അല്ല എന്ന് മോൻസ് ജോസഫ് പറയുന്നു. പക്ഷേ മോൻസ് ജോസഫിന് മാത്രമല്ല തിരുമേനിമാരുമായിട്ട് തനിക്കും നല്ല ബന്ധമാണ് ഉള്ളത്, എനിക്കും തിരുമേനിയുമായി നല്ല അടുപ്പമുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകി. പിന്നാലെ നിയമസഭയിൽ മോൻസ് ജോസഫ് എഴുന്നേറ്റ് നിന്ന് തനിക്കും മറുപടി നന്നായി പറയാൻ അറിയാം എന്നുള്ള കാര്യം പറഞ്ഞു. ഇതോടുകൂടിയാണ് സ്പീക്കർ ഇടപെട്ടത്. ആരോപണ പ്രത്യാരോപണങ്ങളുടെ സ്ഥലമല്ല നിയമസഭയെന്ന് സ്പീക്കർ ഇരുവരെയും ഓർമ്മിപ്പിക്കുകയും 25 വർഷത്തിൽ ഊറ്റം കൊള്ളുന്ന MLAക്ക് ശ്രദ്ധ ക്ഷണിക്കേണ്ട നടപടിക്രമങ്ങൾ അറിയില്ലേ എന്ന് മോൻസ് ജോസഫിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ മോൻസ് ജോസഫ് ആവേശത്തിൽ പറഞ്ഞു പോയതാകാമെന്ന് പറഞ്ഞ് ശിവൻകുട്ടി ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അക്കാര്യം നമുക്കിപ്പം ചർച്ച ചെയ്യേണ്ട. പകരം ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവിന് പിന്നാലെ നിയമനത്തെ പറ്റി വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ ഇടപെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കൈപ്പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ കൈപ്പുസ്തകം മന്ത്രി നിയമസഭയിൽ ഉയർത്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. 91 ഉത്തരവുകൾ ഈ കൈപ്പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ കോടതി വിധി നടപ്പാക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിഹരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് കൂടി മന്ത്രി നൽകിക്കൊണ്ട് ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. സനൂപാണ് വിവരങ്ങൾ നൽകിയ നിയമസഭയിൽ.